നമസ്കാരം, രാജേഷ് പറമ്പിലാണ്. ഞാനിപ്പോഴത് വെസ്റ്റിയിലാണ്. വെസ്റ്റിയിൽ ലിറ്റിൽ ഡാഫോഡിൽസ് സ്കൂളിന്റെ അങ്കണത്തിന് സമീപത്ത് നിൽക്കുകയാണ്. വിശേഷങ്ങൾ പറയാണ്ട് വിദ്യാലയത്തെക്കുറിച്ചിട്ട്, കാരണം ഇന്ന് അധ്യാപക ദിനമാണ്. അപ്പം അല്പസമയം മുമ്പ് അധ്യാപക ദിനത്തിന്റെ പരിപാടികളൊക്കെ ഇവർ ഗംഭീരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഈ പോസ്റ്റിന്റെ അടിയിൽ കമന്റായിട്ട് അല്പസമയത്തിനകം വരും. ഏതായാലും ഈ വിദ്യാലയത്തിൽ ഞാൻ ആദ്യമായിട്ടല്ല വരുന്നത്, ഇതിന് മുമ്പേ വിദ്യാലയത്തിൽ സന്ദർശിച്ചിട്ടുണ്ട്. കാരണം ദേശീയ തലത്തിൽ വരെ ശ്രദ്ധയാകർഷിച്ചു ഇവിടുത്തെ ഈ വിദ്യാലയത്തിന്റെ ഇടപെടൽ. ഒരു കൃത്യമായ ഒരു അധ്യാപന രീതി, ശിക്ഷണ രീതി, ഒപ്പം തന്നെ വിദ്യാലയത്തിന്റെ കാഴ്ച നിങ്ങൾ കണ്ടല്ലോ. ആ പഴമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കെട്ടിടം, ആ കെട്ടിടത്തിന്റെ മാതൃക കണ്ടല്ലോ. നമ്മളെ ഒരു പഴമയും പൈതൃകം നിലനിർത്തിയില്ല. പിന്നെ അന്തരീക്ഷം എങ്ങനെയാണ് കേട്ടോ, ഒരു കാം ആൻഡ് ക്വയറ്റ് അങ്ങനെ പറയാം. ഏറ്റവും ശാന്തമായൊരു അന്തരീക്ഷം, അവിടെയാണ് ഈ വിദ്യാലയം പ്രവർത്തിക്കുന്നത്. നമ്മുടെ നാട്ടില് പറമ്പൂർ സാറിന്റെ അടുത്ത് പാലത്ത്, നമ്മളെ ചാളന്നൂർ പഞ്ചായത്തിലെ പാലത്ത് ഇവരുടെ ശാഖ പ്രവർത്തിക്കുന്നുണ്ട്. ലിറ്റിൽ ഡാഫോഡിൽസിന്റെ ഒരു ശാഖ അവിടെയും പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാലും പഠന പാഠ്യേതര രംഗത്തടക്കം വളരെ കൃത്യമായി ഇടപെടൽ നടത്തുന്നു. അധ്യാപകരാവട്ടെ, അവരുടെ മികച്ച രീതിയിൽ ഇടപെടലുണ്ട്. പിന്നെ വിദ്യാർത്ഥികളാവട്ടെ, ഒരുപാട് താരങ്ങളെ, ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന താരങ്ങളെ വാർത്തെടുക്കാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. ഏതായാലും മറ്റ് വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. അധ്യാപക ദിനത്തിൽ അല്പസമയം മുമ്പ് നടന്ന ചടങ്ങാണിത്. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം എല്ലായിടത്തും പോലെ ഇവിടെയും നടന്നത്. ഇവിടെ വളരെ പ്രത്യേകതയാണ് നടന്നത് കേട്ടോ. പൂർവ്വ അധ്യാപികമാരെ ആദരിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും പരസ്പരം ആശംസ കൈമാറി. പിന്നെ അവർക്ക് സ്നേഹോപഹാരങ്ങൾ നൽകിയിട്ടൊക്കെ വളരെ കൃത്യമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ പോയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇതിന്റെ പ്രിൻസിപ്പൽ എൻ രാമചന്ദ്രൻ നായർ, അദ്ദേഹം വളരെ കൃത്യമായ ഈ ഇടപെടൽ നടത്തി. ഇതിന്റെ സ്ഥാപകനാണ്, പിന്നെ പ്രിൻസിപ്പൽ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറയും ബാക്കി വിദ്യാലയത്തിന്റെ മറ്റു കാര്യങ്ങളും. ഒരു സസ്പെൻസ് കൂടി ഉണ്ട് കേട്ടോ, അത് നമുക്ക് അല്പസമയത്തിനകം പൊളിക്കാം. അതുകൂടി നിങ്ങളെ അറിയിക്കുന്നു. ബാക്കി വിശേഷങ്ങൾ പ്രിൻസിപ്പൽ പറയും. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വലിയ മനുഷ്യൻ. അപ്പോ സൂചന തന്നല്ലോ, ശ്രീ എൻ രാമേന്ദ്രൻ നായർ. ഇദ്ദേഹത്തിന്റെ ഇടപെടലാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തെ വാർത്തെടുത്തത്. ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇത്രയും കൃത്യമായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഒരു ധിഷണാശക്തി ഉണ്ട്, വിദ്യാഭ്യാസ ചിന്തകളുണ്ട്, ഇദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി ഉണ്ട്. വളരെ കൃത്യമായി പോകുന്നുണ്ട്. സാർ നമസ്കാരം. രാജേഷ് പറമ്പിൽ പതിവ് പോലെ എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ വീണ്ടും നിങ്ങളെ തേടിയെത്തി. കാരണം ഞാൻ വിദ്യാലയത്തിൽ ആദ്യമായിട്ടല്ല കേട്ടോ വരുന്നത്. ഇതിനു മുമ്പേയും ഈ വിദ്യാലയമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. കാരണം ദേശീയ തലത്തിൽ അംഗീകാരം കിട്ടുന്നുണ്ട്. പിന്നെ പഠന പാഠ്യേതര രംഗത്ത് മികവ് പുലർത്തുന്ന മിടുക്കന്മാരും മിടുക്കുകൾ ഇവിടെയുണ്ട്. സാർ പറഞ്ഞു, നമ്മളെ മിടുക്കന്മാരും മിടുക്കുകളെ കുറിച്ച്, നിങ്ങൾ വാർത്തെടുത്ത ആളുകളെ കുറിച്ചും സാർ വളരെ ചുരുക്കി എന്ന് പറഞ്ഞു. ആദ്യം ഞങ്ങൾ ഏകദേശം 34 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് 2000 മുതൽ 10ാം ക്ലാസ്സിൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി അവരെ ഇപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവര് നല്ല ഉന്നത നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. അതിൽ ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, സയന്റിസ്റ്റ് ഉണ്ട്, സിവിൽ സർവൻസ് ഉണ്ട്, കൂടാതെ കണ്ട് എഞ്ചിനീയേഴ്സ്, അധ്യാപകരുണ്ട്, യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് ഉണ്ട്. ഇതിലൊക്കെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇങ്ങനെ ഒരു സ്കൂളിൽ നിന്ന് പലപ്പോഴും ഈ കുട്ടികൾ ഞങ്ങളെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. തീർച്ചയായും. ഞാൻ നേരത്തെ ഒരു കാര്യം പബ്ലിക്കിനോട് മെൻഷൻ ചെയ്തിരുന്നു. ഇവിടുത്തെ പിന്നെ അധ്യാപക ദിനം നടന്നൊരു രീതിയെ കുറിച്ചിട്ട്. അതിന്റെ വീഡിയോ ഇതിന്റെ ആദ്യത്തെ കമന്റിൽ കാണാം. അധ്യാപക ദിനത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൊരു പ്രത്യേകത നടന്നു. കാരണം പൂർവ്വ അധ്യാപികമാരെ ആദരിക്കുന്നു, അധ്യാപകരും വിദ്യാർത്ഥികളും പരസ്പരം ആശംസ കൈമാറുന്നു, സ്നേഹോപഹാരങ്ങൾ കൈമാറുന്നു. അങ്ങനെയൊക്കെ നടന്നില്ല സാർ. ഇവിടെ തന്നെ അധ്യാപക ദിനത്തിന്റെ വിശേഷങ്ങളൊന്നും വളരെ ചുരുക്കി പറയാമോ? ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ അധ്യാപക ദിനം വളരെ ഭംഗിയായി കൊണ്ടാടി. ഈ വർഷം പ്രത്യേകിച്ച് ഞങ്ങൾ പൂർവ്വ അധ്യാപകരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഈ വർഷത്തെ അധ്യാപക ദിനത്തിൽ ഞങ്ങൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പഴയ 2 അധ്യാപകർ, വർഷ മിസ്സും അതുപോലെ ഷീല മിസ്സും ഞങ്ങളോടൊപ്പം ഈ അധ്യാപക ദിനത്തിൽ പങ്കുചേർന്നു. ഈ അധ്യാപക ദിനത്തിൽ കുട്ടികൾ അധ്യാപകർക്കും ആശംസകൾ കൈമാറുകയും അതുപോലെ തന്നെ ഉപഹാരങ്ങൾ അധ്യാപകരും കുട്ടികളുമായി കൈമാറുകയും ചെയ്ത ഒരു സന്തോഷകരമായ അനുഭവം കൂടി ഈ വർഷത്തെ അധ്യാപക ദിനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷമേകുന്നു. തീർച്ചയായും ഈ വിദ്യാലയത്തിൽ നിന്ന് അധ്യാപക ദിനത്തിന്റെ വിശേഷങ്ങൾ, ആ വീഡിയോ യൂട്യൂബ് ലിങ്ക് ഞങ്ങൾ ഇതിന്റെ താഴെ, ഈ പോസ്റ്റിൽ താഴെ ഇടുന്നതായിരിക്കും. മറ്റൊരു കാര്യം, ഈ വിദ്യാലയത്തിന് ഒരു സഹോദര സ്ഥാപനം കൂടിയുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലത്തെ അരവന്നൂരിൽ പ്രവർത്തിക്കുന്ന, മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് പുറമെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള മറ്റൊരു സ്ഥാപനം കൂടിയുണ്ട്. അതുകൂടി സാറ് മെൻഷൻ ചെയ്യും. ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് കൂടി പറയാം. ഞങ്ങളുടെ ചെറിയ കുട്ടികൾ, അതായത് പ്രീ KG മുതൽ KG,
പ്രൈമറി ക്ലാസ്സുകൾ, അതായത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ സെക്ഷൻ നമുക്ക് ഈ സ്കൂളിന്റെ അടുത്ത് തന്നെ അവരെ വേറൊരു ക്യാമ്പസിലാക്കിക്കൊണ്ട് ആണ് അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നത്. അന്നേരം ആ സ്ഥാപനം കൂടി നിങ്ങൾ സന്ദർശിച്ച മാധ്യമപ്രവർത്തകർ ഞങ്ങൾക്ക് വേണ്ട പബ്ലിസിറ്റി ചെയ്തു വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സസ്പെൻസ്, അത് ഞാൻ പൊളിക്കാൻ പോവാണ്. കാരണം ഈ വിദ്യാലയം ഒരു സിനിമ എടുക്കുന്നുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ സിനിമ കാണാത്ത ആളുകളില്ല. പുതിയ കാലത്ത് സിനിമക്ക് ഒരുപാട് ആരാധകരും വക്താക്കളും ഒക്കെ ഉണ്ട്. ഈ വിദ്യാലയം ഒരു സിനിമ നിർമ്മിക്കുകയാണ്. അതിന്റെ തീമാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. പൊതുസമൂഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ സന്ദേശം മുൻനിർത്തി ഒരു സിനിമ പുറത്തിറങ്ങുന്നു. സെപ്റ്റംബർ അവസാന വാരം പുറത്തേക്ക് എത്തും എന്നാണ് ഈ വിദ്യാലയം പോലെ തന്നെ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്. അതിന്റെ വിശേഷങ്ങൾ കൂടി സാറ്, പ്രിൻസിപ്പൽ സാറ് നിങ്ങളെ അറിയിക്കും. സാർ, നിങ്ങളുടെ സിനിമയെക്കുറിച്ച് 2 വാക്ക്. ലിറ്റിൽ ഡാഫഡിൽസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഞങ്ങൾ തന്നെ നിർമ്മിക്കുന്ന ഒരു ഹ്രസ്വ ചിത്രമായിട്ട് ഞങ്ങൾ തുടങ്ങിയതാണ്. എങ്കിലും അത് കുട്ടികളുടെ ഒരു ചിത്രമായിട്ട് ഇപ്പം രൂപം കൊണ്ടു. അതിലൊരു വലിയ സന്ദേശം സമൂഹത്തിന് കൊടുക്കുവാനുണ്ട്. ഇക്കാലത്ത് അച്ഛനമ്മമാരെ കുട്ടികൾ വൃദ്ധസദനത്തിലാക്കുന്ന ഒരു പ്രവണത കൂടി വരികയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കുടുംബത്തിൽ നിന്ന് അച്ഛനെയും അമ്മയെയും വൃദ്ധസദനത്തിലാക്കുകയും അവരെ അനാഥരായ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ പ്രിൻസിപ്പലിന്റെയും അധ്യാപകരുടെയും പ്രവർത്തനത്തിന്റെ ഫലമായി ദത്തെടുക്കുകയും കുട്ടികൾക്ക് അച്ഛനമ്മമാരായി കൈമാറുകയും ചെയ്ത ഒരു സന്ദേശമാണ് ഞങ്ങൾ സമൂഹത്തിന് കൊടുക്കാനുള്ളത്. ഈ ചിത്രം അടുത്തു തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്ന് പ്രത്യാശിക്കുന്നു. ഇതിൽ മേജർ രവി, അതുപോലെ കോഴിക്കോട് നാരായണൻ നായർ, കുട്ടിയടത്ത് വിലാസിനി എന്ന പ്രമുഖ താരങ്ങളും ബാലതാരങ്ങളായ സ്കൂളിലെ കുട്ടികളും ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അത് എല്ലാവരും കാണണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. സാറ് നടനായി മാറുന്നുണ്ടോ ഈ ചിത്രത്തിൽ? ഈ ചിത്രത്തിലെ പ്രിൻസിപ്പളും ഞാൻ തന്നെയാണ്. സന്തോഷം. ഞാൻ ഒരു കാര്യം പറയാം. എന്റെ വ്ളോഗുകൾ ശ്രദ്ധിക്കുന്ന, എന്റെ വാർത്ത ശ്രദ്ധിക്കുന്ന ആളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളൊരു സൗഹൃദം, ഇദ്ദേഹമായിട്ട് ഹൃദയബന്ധം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ്. കാരണം മുമ്പും ഞാൻ പറഞ്ഞല്ലോ, വിദ്യാലയത്തോട് എനിക്ക് വൈകാരികമായ ഒരു അടുപ്പമുണ്ട്. കാരണം വർഷങ്ങളും പതിറ്റാണ്ട് മുമ്പ് ഉള്ള പരിചയമാണ് ഞങ്ങളെ വീണ്ടും ഒരു ലൈവിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു ബിസിനസ് ആക്കുക എന്ന ഉദ്ദേശം ഇദ്ദേഹത്തിന് തീരെയില്ല. നിസ്വാർത്ഥ സേവനം വിദ്യാഭ്യാസ മേഖലയിൽ എന്നാണ് ഇദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. ഞാൻ നേരത്തെ വിദ്യാലയത്തിന്റെ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ വലിപ്പത്തിലുള്ള കാര്യം ഗുണത്തിലാണ് എന്നുള്ള ഒരു കൃത്യമായ പോളിസിയുടെ ഇടപെടലാണ് ഈ വിദ്യാലയം നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഈ ലിറ്റിൽ ഡാഫോഡിൽസിന്റെ 3 സ്ഥാപനങ്ങൾ നിങ്ങൾ സന്ദർശിക്കണം. കാരണം വെസ്റ്റിയിലെ സ്ഥാപനം സന്ദർശിക്കണം, പാലത്ത് എരവന്നൂരിലെ സ്ഥാപനം സന്ദർശിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവരോട് പങ്കുവെക്കണം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇവർക്ക് പങ്കുവെക്കാം. എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനാണ് ഇതിന്റെ സ്ഥാപകനും പ്രിൻസിപ്പളുമായ ശ്രീ N. രാമേന്ദ്രൻ നായർ എന്ന് പറയാതെ വയ്യ. ഈ സൗഹൃദത്തിൽ ഈ വ്യക്തിയെ പരിചയപ്പെടുത്താനാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ വ്ളോഗ് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരു സ്ഥാപനം ഇദ്ദേഹം പരിചയപ്പെടുത്തിയെന്നല്ലാതെ ഒരു കച്ചവട താല്പര്യം തീരെയില്ലാത്ത ഒരു വ്യക്തി എന്ന് പരിചയപ്പെടുമ്പോൾ അറിയാം. ഇത്തരം സൗഹൃദങ്ങൾ ഇനിയും എന്റെ വ്ളോഗിലൂടെ എത്തും. ഏതായാലും വളരെ നന്ദി സാർ. പിന്നെ എന്നോട് ഒരു 10 മിനിറ്റ് സമയം സംവദിച്ചതിന് വളരെ നന്ദി. താങ്ക് യു സാർ. താങ്ക് യു.